ഹലോ ഗൈസ്, ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഓണത്തിൻ്റെ പാർട്ട് 2 വീഡിയോ കേട്ടോ. പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് പാർട്ട് 2 തിരുവോണത്തിനല്ല, അവിട്ടത്തിനെന്നെടുത്ത വീഡിയോ കേട്ടോ. പാർട്ട് 1 തിരുവോണത്തിൻ്റെയാണ്, ഇത് അവിട്ടത്തിനെന്നെടുത്ത വീഡിയോ ആണ്. അവിട്ടത്തിനെന്ന് ഞങ്ങളുടെ നാത്തൂൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ വിളിച്ചിരുന്നത്. തിരുവോണത്തിനെന്ന് നമ്മുടെ വീട്ടിലായിരുന്നല്ലോ എല്ലാവർക്കും ഫുഡ്. പിന്നെ അത് കഴിയുമ്പം അവിട്ടത്തിനും ചതയത്തിനും ഒക്കെ ആണല്ലോ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നമ്മൾ പോവുക. അപ്പം അവിട്ടത്തിനെന്നായിരുന്നു കേട്ടോ അവൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ മാമനും മാമി മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടി രാവിലെ തന്നെ എല്ലാവരും എത്തി കേട്ടോ. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് വീട്ട്. ബാക്കി എല്ലാവരും രാവിലെ തന്നെ എത്തിയേ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. എല്ലാവരോടും ഒന്നിച്ചാട്ടോ ഫുഡൊക്കെ വെച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ, ഒരു ചെറിയ റിലീഫിന് വേണ്ടി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ ഞങ്ങളുടെ അച്ഛനും അമ്മയും മാമനും എല്ലാവരും കൂടെ കൂടിയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചേ. അങ്ങനെ ഇപ്പോഴത്തേനും ഊണ് സമയം കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓണക്കളിയിലേക്ക് തുടങ്ങി. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഓണക്കളിയിലേക്ക് പോയിട്ട്, ഓണക്കളി വലിയ രീതിയിലായിരുന്നു, ചെറിയ രീതി എല്ലാവരും കൂടെ കൂടിയതല്ലേ. അപ്പം പിന്നെ ഓണക്കളിയൊക്കെ ഞങ്ങൾ വെച്ചിട്ട് അന്നേരം പ്ലാൻ ചെയ്ത് കേട്ടോ ഓണക്കളിയൊക്കെ കളിക്കാം ചെറിയ രീതിയിലൊക്കെ. അപ്പം ഇതെല്ലാവരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കലവടി നാട്ടോ സ്റ്റാർട്ട് ചെയ്തു. കലവടി ആരും അടിച്ചില്ല കേട്ടോ. പിന്നെ ഞാനായിരുന്നു തുടങ്ങിയത്. പക്ഷേ എൻ്റെ വീഡിയോ മാത്രം എടുത്തില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അതും അതിനകത്ത് എടുത്തില്ല, വിട്ടുപോയി എടുക്കാൻ. അത് കഴിഞ്ഞപ്പോൾ തൊട്ടാട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ പിന്നെ കലവടി സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തർ ഊഴവായി, ആരും അടിച്ചില്ല കേട്ടോ. എല്ലാവരും ജസ്റ്റ് മിസ്സിനെ കാലത്തിനടുത്ത് വന്നിട്ട് അടിക്കും, അപ്പോഴത്തേക്കിനും ഇതായിപ്പോകും കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം നല്ല രീതി ആഘോഷിച്ചു കേട്ടോ. നല്ല രീതി കലവടി അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കസേരകളിലേക്ക് പോയി. കസേരകളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പെണ്ണുങ്ങളുടെ കസേരകളിയായിരുന്നു കേട്ടോ, പിന്നെ ആണുങ്ങളുടെ, അങ്ങനെ സെക്ഷനാക്കി വെച്ചു. പിന്നെ കുഞ്ഞുങ്ങളുടെ കസേരകളി, അങ്ങനെ 3 സെക്ഷനായിട്ടാട്ടോ വിളിച്ചത്. ഫസ്റ്റ് പെണ്ണുങ്ങളുടെ കസേരകളിൽ ജയിച്ചത് അമ്മയാണ്. ഞാനും അവളും അങ്ങനെ എല്ലാവരും ആദ്യം തന്നെ പോയി കേട്ടോ. പിന്നെ അതിൽ ജയിച്ചത് അമ്മയാണ്. പിന്നെ ആണുങ്ങളുടെ കസേരകളിയായിരുന്നു കേട്ടോ. ആണുങ്ങളുടെ കസേരകളി അവർ കസേരകളി കളിച്ച് 3 കസേര ഓടിച്ച്. അപ്പോൾ പിന്നെ കസേരകൾ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. 3 കസേര രണ്ടുപേരോട് ഓടിച്ച്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതിൽ ജയിച്ചത് അവിടെ ഹസ്ബൻഡാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പിന്നെ പെണ്ണുങ്ങളുടെ ഇതിൽ ജയിച്ചതും ആണുങ്ങളുടെ ഇതിൽ ജയിച്ചതും അവർ തമ്മിൽ കസേരകളി വെച്ച്. അപ്പം അമ്മയും അവിടെ ഹസ്ബൻഡും കൂടെ രണ്ടുപേരോടെ വെച്ച് കേട്ടോ. അതിൽ ജയിക്കേണ്ടത് അമ്മയായിരുന്നേ. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കിനും കസേര വലിച്ച് നീക്കി. അപ്പോഴത്തേക്കിനും അമ്മ താഴെ വീഴും. അപ്പോൾ പിന്നെ അമ്മ അവിടെ തോറ്റു കേട്ടോ. അമ്മ വീണില്ലായിരുന്നെങ്കിൽ അമ്മ ജയിച്ചേനെ. വലിച്ചെടുത്തുകൊണ്ട് കസേര. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. എന്നാലും നല്ല അടിച്ചു പൊളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ കസേരകളി വെച്ച്. കുഞ്ഞുങ്ങളുടെ കസേരകളി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി. പിന്നെ മിഠായി വർക്കലുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ്, കയറിക്കെട്ടി ബിസ്ക്കറ്റ്, ആ ഒരു ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് അതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ ചെറിയ രീതിയിൽ കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവരോട് ഓടി എത്തിപ്പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുളങ്കര ഉണ്ടായിരുന്നേ. കുളങ്കര നല്ല രസമായിരുന്നു. കുളങ്കര കളിച്ച് അമ്മ തലയും കൊത്തി താഴെ വീണു. കണ്ടില്ലേ, ഇതാണ് അമ്മയുടെ പണി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. എന്തായാലും ഓണം ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പായല്ലേ. അപ്പം ഓണം എന്തായാലും നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പം ഈ വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളെ നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കല്ലേ. ബായ്.